എന്ത് ധൈര്യത്തിലാ ഇവിടെയുള്ള ഒരു പൂർണ്ണ ചേച്ചിയെ കുറ്റം പറയുന്നത്? അതിനവർക്ക് എന്ത് അവകാശമുള്ളത്? പാവം ചേച്ചി ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കുന്നുണ്ട്. അതൊന്നും ഇവർക്കാർക്ക് മനസ്സിലാവാത്ത എന്താ? എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടക്കാതെ വരുമ്പോഴും അവർക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുവോ എന്ന തോന്നലുണ്ടാകുമ്പോഴും അവര് പ്രതികരിക്കും. എല്ലാവരും എതിർത്ത് സംസാരിച്ചപ്പോ ചേച്ചിക്ക് നല്ല സങ്കടമായി. കണ്ണു നിറയുന്നത് ഞാൻ കണ്ടതാ. കിരൺ പൂർണിമേച്ചയുടെ കാര്യം മാത്രമാ ചിന്തിക്കുന്നത്. ചേച്ചി ഇന്ന് അവരോട് സംസാരിച്ചത് നമ്മുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ചാ. അങ്ങനൊരു ചിന്ത ചേച്ചിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ചേച്ചിയുടെ മനസ്സിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. അല്ല, അത് ആദ്യം ചേച്ചിയുടെ ആ ചിന്തയാണ് മാറേണ്ടത്. എന്നാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതിപ്പോ എങ്ങനെ മാറാന്? ചിലപ്പോ പല ദിവസങ്ങൾ ചേച്ചി നമ്മളെ നിരീക്ഷിച്ചതിൽ നിന്നും ചേച്ചി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളായിരിക്കും അത്. ഇത്രയൊക്കെ ആയാലും രണ്ടുപേര് വിവാഹം കഴിച്ചവരെ പോലെ അഭിനയിക്കുന്നതിന് പല പരിധികളുണ്ട്. അത് ശരിയാണ്. അല്ലെങ്കിൽ അവര് ലവേഴ്സ് എങ്കിലും ആയിരിക്കണം. അതെ. നമ്മൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാ ചേച്ചി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എന്നാലും നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അതെങ്ങനെ? ചേച്ചി കല്യാണത്തിന്റെ കാര്യം ഇനിയും മൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം കഴിഞ്ഞതാന്ന് ചേച്ചി തെളിവ് സഹിതം ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ? ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പൂർണ്ണിമേച്ചിയെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള തെളിവുകള് നമ്മൾ ഉണ്ടാക്കിയത് ചേച്ചിയുടെ മുന്നിൽ എത്തിച്ച് ബോധ്യപ്പെടുത്തിയ ചേച്ചി പിന്നെ വിവാഹത്തിന്റെ കാര്യം പറയില്ല. അതേ ഇനിയൊരു വഴിയുള്ളൂ. എന്നാ ഓക്കെ, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം.